നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സർവീസ് ബുക്കിലെ ചില സുപ്രധാന നിയമങ്ങൾ പരിശോധിക്കുന്ന ഈ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും കിടിലൻ ആനുകൂല്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. അതെ, നിങ്ങളുടെ സ്വന്തം ലീവ് ട്രാവൽ കൺസെഷൻ അഥവാ LTC. അപ്പൊ തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ 15 വർഷമായി നിങ്ങൾ ഫയലുകൾക്കും മീറ്റിംഗുകൾക്കുമിടയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയല്ലേ? ഇതിനിടയിൽ എപ്പോഴെങ്കിലും കുടുംബത്തോടൊപ്പം ഒരു വലിയ വെക്കേഷൻ പോയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ശരി, ഈ LTC നിയമങ്ങളെ വെറുമൊരു ഔദ്യോഗിക ബാധ്യതയായി കാണാതെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് സർക്കാർ നൽകുന്ന ഒരു ഗംഭീര സമ്മാനമായി തന്നെ കാണുക. ഈ കിടിലൻ യാത്രയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നമുക്ക് നോക്കാം. 15 പിന്നെ 6500 ഈ രണ്ട് സംഖ്യകളാണ് ഈ യാത്രയുടെ അടിസ്ഥാനം. അതായത് നിങ്ങൾ 15 വർഷത്തെ തുടർച്ചയായ സർവീസ് പൂർത്തിയാക്കിയ ഒരാളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പരമാവധി 6500 കിലോമീറ്റർ വരെയുള്ള ഒരു ബൃഹത്തായ യാത്രയ്ക്ക് നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലേ? അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. 15 വർഷത്തെ സർവീസ്. 2. യാത്രയിലൊപ്പം കൂട്ടാൻ കഴിയുന്നവർ. 3. യാത്രാവഴിയും മാർഗങ്ങളും. 4. ലീവ് ക്രമീകരിക്കൽ. 5. തുകയും അഡ്വാൻസും. പിന്നെ അവസാനമായി 6. പിഴകളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒന്നാമതായി 15 വർഷത്തെ സർവീസ് അഥവാ ഈ ആനുകൂല്യത്തിനുള്ള നിങ്ങളുടെ അർഹത മനസ്സിലാക്കാം. സത്യത്തിൽ ആരൊക്കെയാണ് ഈ LTCക്ക് അർഹർ? സംഗതി വളരെ ലളിതമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റാഫ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ സമയ ജീവനക്കാർ എന്നിവർക്കെല്ലാം ഇത് ധൈര്യമായി ഉപയോഗിക്കാം. എന്നാൽ ദിവസവേതനക്കാർ, കാഷ്വൽ അല്ലെങ്കിൽ കരാർ ജീവനക്കാർ, സസ്പെൻഷനിലിരിക്കുന്നവർ, പിന്നെ വിദേശത്തോ മറ്റു ജോലികൾക്കും വേണ്ടി LWA അഥവാ അവധിയെടുത്തിരിക്കുന്നവർ, ഇവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കില്ല കേട്ടോ. ഇനി ഭാഗം 2, യാത്രയിലൊപ്പം കൂട്ടാൻ കഴിയുന്നവർ അഥവാ നിങ്ങളുടെ യാത്രാസംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഔദ്യോഗികമായി സർക്കാർ പറയുന്ന കുടുംബം എന്നതിൽ ആരൊക്കെ ഉൾപ്പെടും? ജീവനക്കാർ, അവരുടെ പങ്കാളി, അവിവാഹിതരായ മക്കൾ, പിന്നെ നിയമപരമായി ദത്തെടുത്ത മക്കൾ. ഇത്രയും പേർ മാത്രമേ ഇതിൽ വരൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്നോ? ഈ പേരുകളെല്ലാം നിങ്ങളുടെ സർവീസ് ബുക്കിലെ 5-ാം പേജിലുള്ള വിവരങ്ങളുമായി അക്ഷരം പ്രതി പൊരുത്തപ്പെടണം. അല്ലെങ്കിൽ അപേക്ഷ അപ്പടി റിജക്റ്റ് ആകും. തീർച്ച. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമം കൂടിയുണ്ട്. ഭാര്യയും ഭർത്താവും സർക്കാർ ജീവനക്കാരാണെന്ന് വിചാരിക്കുക. എങ്കിൽ രണ്ടുപേർക്കും കൂടി ഒറ്റ തവണ മാത്രമേ ഈ ആനുകൂല്യം എടുക്കാൻ കഴിയൂ. അതായത് ഒരാൾ ക്ലെയിം ചെയ്യുമ്പോൾ രണ്ടാമത്തെയാൾ ഈ ആനുകൂല്യം എടുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു അപ്പൻഡിക്സ് 2 സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നിർബന്ധമായും വെച്ചിരിക്കണം. അടുത്തതായി ഭാഗം 3, യാത്രാവഴിയും മാർഗങ്ങളും അഥവാ നിങ്ങളുടെ മാപ്പും കലണ്ടറും. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷേ ഓർക്കുക, പോയി തിരിച്ചുവരുന്ന ആകെ ദൂരം 6500 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ഏറ്റവും ചെറിയ നേരിട്ടുള്ള റൂട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ചുറ്റിക്കറങ്ങി വേറൊരു വഴിയിലൂടെയാണ് പോയതെങ്കിൽ കൂടിയും ഏറ്റവും ചെറിയ റൂട്ടിലൂടെയുള്ള യാത്രാനിരക്ക് മാത്രമേ നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും കിട്ടുകയുള്ളൂ. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള യാത്രാമാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് ട്രെയിൻ യാത്രയാണ്. ഉദ്യോഗസ്ഥർക്ക് KSR അനുസരിച്ച് ലഭിക്കുന്ന യാത്രപ്പടിയുടെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് നിരക്കും റിസർവേഷൻ ചാർജും ഉൾപ്പെടെ 100% യാത്രാച്ചെലവും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാനാണ് താൽപ്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. വിമാനയാത്രയും അനുവദനീയമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ഒക്കെ പോകുന്ന ഓട്ടോ കൂലിയും ടാക്സി കാർ നിരക്കുകളുമൊന്നും സർക്കാർ റീഇംബേഴ്സ് ചെയ്യില്ല. അതൊക്കെ നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. ഇനിയിപ്പോ ഒരു വെറൈറ്റിക്ക് കപ്പലിൽ പോയാലോന്ന് തോന്നിയാൽ അതുമാകാം. അതെ, നിങ്ങളുടെ യാത്രാപ്പടി ഗ്രേഡിനനുസൃതമാണെങ്കിൽ റോഡ്, റെയിൽവേ, വിമാനം എന്നിവയ്ക്കു പുറമെ സ്റ്റീമർ അഥവാ കപ്പൽ യാത്ര വരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യാത്രാച്ചെലവ് പൂർണ്ണമായും നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റ് നിരക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കണക്കാക്കുന്നത്. ഇനി ഭാഗം 4, ലീവ് ക്രമീകരിക്കൽ. യാത്രയുടെ സമയം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം. ഈ യാത്രയ്ക്കായി നിങ്ങൾ എടുക്കുന്ന അവധി ചുരുങ്ങിയത് 15 ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഈ അവധി നിങ്ങൾക്ക് HPL, കമ്മ്യൂട്ടഡ് ലീവ് എന്നിവയോട് ചേർത്തെടുക്കാം. ഇനി അധ്യാപകർക്കാണെങ്കിൽ വെക്കേഷൻ സമയത്തും ഇത് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ ഒരു വലിയ നോ ഉണ്ട്.
കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ്, പിന്നെ പ്രസവാവധി അഥവാ മാറ്റേണിറ്റി ലീവ് എന്നിവയോടൊപ്പം ഒരു കാരണവശാലും LTC അനുവദിക്കില്ല. ഇനി ഭാഗം 5 തുകയും അഡ്വാൻസും. നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിംഗ് എങ്ങനെ വേണമെന്ന് നോക്കാം. ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സാമ്പത്തികമായ ഒരു വലിയ ആശ്വാസം സർക്കാർ നൽകുന്നുണ്ട്. അതാണ് 90% അഡ്വാൻസ്. അതായത് നിങ്ങളുടെ ടിക്കറ്റ് നിരക്കിന്റെയും യാത്രാ ചെലവുകളുടെയും ഏകദേശ കണക്കിന്റെ 90% വരെ നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും മുൻകൂറായി വാങ്ങാം. ഇത് നിങ്ങളുടെ പോക്കറ്റ് പെട്ടെന്ന് കാലിയാക്കാതെ യാത്ര കുറച്ചുകൂടി സുഗമമാക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ അഡ്വാൻസ് തുക വന്നു കഴിഞ്ഞാൽ പിന്നെ കാലണ്ടറിലെ ദിവസങ്ങൾ എണ്ണിത്തുടങ്ങുക. കാരണം പണം ലഭിച്ച് കൃത്യം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ യാത്ര തുടങ്ങിയിരിക്കണം. അതുപോലെ യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഫൈനൽ ബില്ലുകൾ ഓഫീസിൽ സമർപ്പിച്ച് ക്ലെയിം സെറ്റിൽ ചെയ്യുകയും വേണം. സമയക്രമം ഇവിടെ വളരെ കർശനമാണ് കേട്ടോ. ഇനി അവസാനത്തെ ഭാഗം 6 പിഴകളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും. യാത്രയ്ക്ക് ശേഷമുള്ള ചില പ്രധാന മുന്നറിയിപ്പുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സമയക്രമം തെറ്റിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അത് ശരിക്കും ഒരു ഡേഞ്ചർ സോണാണ്. അഡ്വാൻസ് വാങ്ങിയിട്ട് 30 ദിവസത്തിനകം നിങ്ങൾ യാത്ര ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കൃത്യസമയത്ത് ഫൈനൽ ബിൽ നൽകിയില്ലെങ്കിലോ നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് തുക മുഴുവനായും അടുത്ത മാസത്തെ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും സർക്കാർ തിരികെ പിടിക്കുന്നതാണ്. യാതൊരു സംശയവുമില്ല. ഇനി ഇതിലും വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. നിങ്ങൾ ഈ തുക ദുരുപയോഗം ചെയ്യുകയോ എന്തെങ്കിലും ക്രമക്കേട് നടത്തുകയോ ചെയ്താൽ സർക്കാർ നൽകിയ അഡ്വാൻസ് തുക 18% പിഴപ്പലിശ സഹിതം ഒറ്റ തവണയായി തിരികെ അടയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല, നിങ്ങളുടെ സർവീസിൽ പിന്നീട് ഒരിക്കലും ഈ ആനുകൂല്യം ലഭിക്കില്ലെന്ന് മാത്രമല്ല, കർശനമായ അച്ചടക്ക നടപടിയും നേരിടേണ്ടിവരും. അതുകൊണ്ട് നിങ്ങളുടെ കരിയറും പണവും സുരക്ഷിതമാക്കാൻ ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. അപ്പോ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ഈ ഔദ്യോഗിക ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടി നോക്കുന്നത് വളരെ നന്നായിരിക്കും. 15 വർഷം സർവീസ് പൂർത്തിയായതാണോ, തെരഞ്ഞെടുത്ത റൂട്ട് ഏറ്റവും കുറഞ്ഞതാണോ, യാത്രയ്ക്ക് മുൻപേ മേലധികാരിയെ അറിയിച്ചിട്ടുണ്ടോ, ടിക്കറ്റുകളുടെ ഒറിജിനൽ കൈവശമുണ്ടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഈ ഗംഭീര ആനുകൂല്യം തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. പക്ഷേ ഓർക്കുക, ഇതെല്ലാം തുടങ്ങുന്നത് നിങ്ങളുടെ സർവീസ് ബുക്കിൽ നിന്നാണ്. ഇതൊന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ സർവീസ് ബുക്കിലെ ആ 5-ാം പേജ് ഒന്ന് പരിശോധിച്ച് കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആ വലിയ സ്വപ്നയാത്ര ഉത്തരവാദിത്വത്തോടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങുക.